Hi dears, welcome to Study Tips. Class 7 Maths Chapter 13 Percents ശതമാനം പേജ് നമ്പർ 184 എക്സസൈസ് പ്രോബ്ലംസ് ആണ് ഇന്ന് ചെയ്യുന്നത്. ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും കമ്പൈൻ ചെയ്തുകൊണ്ട് ഞാൻ മുന്നേ ഒരു വീഡിയോ ഇട്ടതാണ്. അതിൽ കുറേ കമൻറ്റ്സ് മലയാളം മീഡിയക്കാർക്ക് മാത്രമായിട്ട് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് അവർക്കുള്ള വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. ആദ്യത്തെ ചോദ്യം, ഒരു സ്കൂളിലെ 50 അധ്യാപകരിൽ 80% സ്ത്രീകളാണ്. അവിടെ എത്ര അധ്യാപികമാരുണ്ട്? 50 ടീച്ചേഴ്സാണ് ടോട്ടൽ ഉള്ളത് ഒരു സ്കൂളിൽ. അതിൽ 80% സ്ത്രീകളുള്ളത് അല്ലേ, വുമൺ ഉള്ളത്. അപ്പോൾ എത്രയാണ് വുമൺ ടീച്ചേഴ്സ്, ഫീമെയിൽ ടീച്ചേഴ്സ് എത്രയാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ 50 ടീച്ചേഴ്സിൻ്റെ 80% എന്താണ്, സ്ത്രീകളാണ് അല്ലേ. അപ്പോൾ 50ൻ്റെ 80% കാണാം അല്ലേ. 50 × 80% എന്ന് പറഞ്ഞാൽ 80/100 അല്ലേ. പെർസെൻറ്റേജ് കാണാൻ അല്ലേ, ശതമാനം കാണാൻ എന്താണ്, by100 ആണ് അല്ലേ. 80% എന്ന് പറഞ്ഞാൽ 80/100 ആണ് അല്ലേ. 50 ടീച്ചേഴ്സിൻ്റെ 80% എന്ന് പറഞ്ഞാൽ 50 × 80/100. അപ്പോൾ ഇവിടെ ഒരു 0 വെട്ടാം, ഇവിടെ ഒരു 0, മുകളിൽ ഒരു 0, താഴെ ഒരു 0 വെട്ടാം. ബാക്കി 5 × 8 അല്ലേ. 5 8 40 ആണല്ലേ. 8/1 എന്താണ്, 8 തന്നെയാണ്. അപ്പോൾ 5 × 8 എത്രയാണ്, 40. അപ്പോൾ സ്ത്രീകളുടെ എണ്ണം എത്രയാണ്, അപ്പോൾ 40 അല്ലേ. ഫീമെയിൽ ടീച്ചേഴ്സിൻ്റെ എണ്ണം 40 അല്ലേ. 50ൻ്റെ 80% ആണ് സ്ത്രീകളെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 80% കാണുക അല്ലേ. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. സെക്കൻഡ് ക്വസ്റ്റ്യൻ, രണ്ട് പേർ മത്സരിച്ച ഒരു തിരഞ്ഞെടുപ്പിൽ 1450 പേർ വോട്ട് ചെയ്തു അല്ലേ. 1450 ആൾക്കാരാണ് വോട്ട് ചെയ്തത്, 2 ആളുകളാണ് മത്സരിച്ചത് അല്ലേ. ജയിച്ച സ്ഥാനാർത്ഥിക്ക് 52% വോട്ടുകൾ കിട്ടി. വിജയ്ക്ക് കിട്ടിയത് അതിൻ്റെ 52 അല്ലേ. ആകെ എത്ര വോട്ടാണുള്ളത്, 1450ൻ്റെ 52% വിന്നർക്ക് കിട്ടിയത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ജയിച്ച ആൾക്ക് എത്ര വോട്ട് കിട്ടി അല്ലേ. ഈ വിന്നറിന് എത്ര വോട്ടാണ് കിട്ടിയത് എന്നാണ് ഫസ്റ്റ് ചോദിച്ചത് അല്ലേ. വിന്നറിന് എത്രയാണ്, 52% ആണ്. ആകെ വോട്ടിൻ്റെ 52% വിന്നർക്ക് കിട്ടിയത്, ജയിച്ച ആൾക്ക്. അപ്പോൾ ജയിച്ച ആൾക്ക് എത്ര വോട്ട് കിട്ടിയെന്ന് കാണാൻ എന്താണ്, 1450ൻ്റെ 52% കാണുക. അപ്പോൾ 1450ൻ്റെ 52% ആണ് എന്ത്, വിന്നർക്ക് കിട്ടിയത്, വിജയ്ക്ക് കിട്ടിയത്. അപ്പോൾ 1450ൻ്റെ 52 52% എന്ന് പറഞ്ഞാൽ 52/100 അല്ലേ. പെർസെൻറ്റ് കാണാൻ നമ്മളെന്താണ്, by100 ആണ് ചെയ്യേണ്ടത്. 52% അല്ലേ, 52/100. നമുക്ക് എത്ര 0 ഉണ്ട്, ഇവിടെ ഒരു 0, ഇവിടെ ഒരു 0 അല്ലേ, ക്യാൻസൽ ചെയ്യാം. പിന്നെ ഇവിടെ ഒരു 0 ഉണ്ട്, മുകളിൽ 0 ഇല്ല. നമുക്ക് ഇത്ര ക്യാൻസൽ ചെയ്യാൻ പറ്റുള്ളൂ. മുകളിലുള്ള അതേ എണ്ണം താഴെയും ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 145 × 52 എത്രയാണ്, 145 × 52 എത്രയാണ്, 754 അല്ലേ. അപ്പോൾ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അല്ലേ, 145 × 52 അല്ലേ, ഗുണിച്ച് നോക്കുക. ഗുണിക്കുമ്പോൾ നമുക്ക് 7540 എന്ന് കിട്ടി. ബൈ എന്തുണ്ട്, by10 ഉണ്ടല്ലേ. ഇവിടെ നമ്മൾ എപ്പോഴും ഒരു 0 കട്ട് ചെയ്തിട്ട് നമുക്ക് by1 ഉണ്ടാവുള്ളൂ. by1 എന്ന് പറഞ്ഞാൽ ആ നമ്പർ തന്നെയാണ്. ഇവിടെ by10 ഉണ്ട്. അപ്പോൾ ഡിവൈഡഡ് ബൈ 10. അപ്പോൾ ഇവിടെ 10ൽ നമുക്ക് മുകളിലൊരു 0യും താഴെ ഒരു 0 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 754 എന്ന് കിട്ടിയല്ലേ ആൻസർ. 754 754 എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഇതിലുള്ള സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്, എത്ര വോട്ടിനാണ് അദ്ദേഹം ജയിച്ചത് അല്ലേ. വിജയിച്ചത് എത്ര വോട്ടിനാണ്, വിൻ ചെയ്തത് എത്ര വോട്ടിനാണ്. അപ്പോൾ നമുക്ക് എന്തറിയണം അല്ലേ, മറ്റേ ആളുടെ 2 ആൾക്കാരുണ്ട്, വിജയിച്ച ആളുടെ വോട്ട് നമുക്ക് കിട്ടി. ഇനി തോറ്റ ആളില്ലേ, മറ്റേ പേഴ്സൺ അല്ലേ, അതർ പേഴ്സൻ്റെ വോട്ട് കൂടി നമുക്ക് കിട്ടണം. എത്ര ടോട്ടലിന് വിജയിച്ച ആളിൻ്റെത് കിട്ടി. അപ്പോൾ അത് മൈനസ് ചെയ്താൽ ബാക്കിയുള്ള ആളുടേത് കിട്ടിയില്ലേ. മറ്റേ ആളുടേത് കിട്ടിയാൽ എത്ര വോട്ട് അധികമാണ് ഈ വിജയിച്ച ആൾക്ക് കിട്ടിയതെന്ന് നമുക്ക് കാണാൻ കഴിയില്ല. അതിന് സബ്സ്ട്രാക്ട് ചെയ്താൽ മതി, മൈനസ് ചെയ്താൽ മതി അല്ലേ. മറ്റേ ആൾക്ക് അല്ലേ 2 ആളുകളാണ് മത്സരിച്ചത്. അപ്പോൾ വിന്നറിൻ്റെതാണ് നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പോൾ എത്ര വോട്ടിനാണ് ജയിച്ചതെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ മറ്റേ ആളുടെ വോട്ടും കിട്ടണം. എന്നാലും എത്ര വോട്ടിനാണ് ജയിച്ചതെന്ന് അറിയാൻ കഴിയുള്ളൂ. മറ്റേ ആളെന്ന് പറഞ്ഞാൽ തോറ്റയാളിന് കിട്ടിയ വോട്ടുകൾ. അപ്പോൾ ആകെയുള്ള വോട്ടുകൾ എത്ര, 1450. അതിൽ നിന്നും നമുക്ക് ജയിച്ചയാളുടെ വോട്ട് എത്രയാണ്, 754. കുറച്ച് നോക്കിയാൽ നമുക്ക് തോറ്റയാളിൻ്റെ വോട്ട് കിട്ടും അല്ലേ. ആദ്യം കണ്ടാൽ നമ്മൾക്ക് കിട്ടിയത് ജയിച്ചയാളിൻ്റെത് 754. ഈ ടോട്ടലിന് 754 മൈനസ് ചെയ്താൽ എത്ര കിട്ടും, സബ്സ്ട്രാക്ട് ചെയ്ത് കുറച്ച് നോക്കുമ്പോൾ 696 എന്ന് കിട്ടും. വോട്ടുകളുടെ വ്യത്യാസമാണ് കാണാൻ പറഞ്ഞത്. വോട്ടുകളുടെ വ്യത്യാസം നമ്മളെ വിജയിച്ച ആളെ വോട്ട് എത്രയാണ്, 754 മൈനസ് ബാക്കി തോറ്റ ആളെ വോട്ട് എത്രയാണ്, 696. ഇത് സബ്സ്ട്രാക്ട് ചെയ്താൽ മൈനസ് ചെയ്താൽ എത്ര കിട്ടും, 58 58 എന്ന് കിട്ടി. മറ്റേ മത്സരാർത്ഥിയേക്കാളും 58 വോട്ട് അധികം കിട്ടിയിട്ടുണ്ട് വിന്നറിന്, വിജയിക്ക് 58 വോട്ട് മറ്റേ മത്സരാർത്ഥിയേക്കാളും അധികം കിട്ടിയിട്ടുണ്ട്. എത്ര വോട്ടിനാണ് വിജയിച്ചത്, അപ്പോൾ തോറ്റ ആളുടെ വോട്ട് നമുക്ക് കിട്ടണം. അപ്പോൾ അതൊന്നുമില്ല, വിന്നറിന് കിട്ടിയ വോട്ട് നമുക്ക് മൈനസ് ചെയ്താൽ എത്ര വോട്ടിനാണ് വിജയിച്ചതിൽ എത്ര വോട്ട് അധികം കിട്ടിയിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയും. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ, 1200 പേര് എഴുതിയ ഒരു പരീക്ഷയിൽ 65 പേർക്ക് എ ഗ്രേഡ് കിട്ടി. എ ഗ്രേഡ് 65%, 65% ആളുകൾക്കാണ് എ ഗ്രേഡ് കിട്ടിയത്. 1200 കിഡ്സ് എഴുതിയ ഒരു എക്സാമിൽ. ഹൗ മെനി ആർ ദേ, അവരെത്ര പേരാണുള്ളത് എന്നാണ് ചോദിച്ചത്. എത്ര പേർക്കാണ് കിട്ടിയത്, 1200 കിഡ്സിൽ 65% ആൾക്കാർക്കില്ലേ 65%ന് എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 1200ൻ്റെ 65% പറഞ്ഞാൽ 1200 × 65/100 അല്ലേ. പെർസെൻറ്റ് കാണാൻ നമ്മളെന്താണ്, by100 അല്ലേ. 1200ൻ്റെ 65% പറഞ്ഞാൽ 1200 × 65/100 അല്ലേ. പെർസെൻറ്റ് പോക്കാൻ by100. അപ്പോൾ നമുക്ക് സീറോസ് ഒന്ന് വിടുന്നു താഴ്ന്നു മുഴുന്നില്ലേ, ക്യാൻസൽ ചെയ്താൽ ബാക്കി എന്താ, 65/1 65 തന്നെയാണ്. 12 × 65 എത്രയാണ് അല്ലേ, 12 × 65. അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. ഗുണിക്കുമ്പോൾ 780 എന്ന് കിട്ടി. അപ്പോൾ 780 ആളുകളാണുള്ളത് അല്ലേ. നമ്പർ ഓഫ് കിഡ്സ് ഗോട്ട് എ ഗ്രേഡ് കിട്ടിയ കുട്ടികളുടെ എണ്ണം 780. നാലാമത്തെ ചോദ്യം, ഒരു പുരയിടത്തിൽ 32 തെങ്ങുണ്ട്.
ഇത് ആകെയുള്ള മരങ്ങളുടെ 50% ആണ്. പുരയിടത്തിൽ ആകെ എത്ര മരങ്ങളുണ്ട്? അപ്പോൾ പുരയിടത്തിൽ ആകെ എത്ര മരങ്ങളുണ്ടെന്ന് ആകെ ടോട്ടലാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ചോദ്യത്തിൽ എന്താണ് തന്നത്? ആകെയുള്ള മരങ്ങളുടെ 50% ഈ 32 തെങ്ങ് എന്ന് പറയുന്നത്. ഈ സ്ഥലത്തുള്ള തെങ്ങിൻ്റെ എണ്ണം 32 ആണ്. അത് എന്ന് പറഞ്ഞാൽ എന്താണ്? ആകെയുള്ളതിൻ്റെ 50% ഈ 32 എന്ന് പറയുന്നത്. അല്ലേ? അപ്പോൾ ആകെ ഉള്ളത് നമുക്കറിയില്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ 32 എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് ട്രീസിൻ്റെ 50% ആണല്ലേ, 50% ആണല്ലേ ടോട്ടൽ നമ്പർ ഓഫ് ട്രീസ്. ആകെയുള്ള മരങ്ങളുടെ 50%. 50% എന്ന് പറഞ്ഞാൽ 50/100 അല്ലേ? പെർസെൻറ്റേജ് കാണാൻ 100 അല്ലേ? 50% അല്ലേ? അപ്പോൾ ശതമാനം കാണാൻ 50/100 ആണ് അല്ലേ? അപ്പം ഇത് ആകെയുള്ള മരങ്ങളുടെ 50% ഈ 32 അല്ലേ? ഈ മരങ്ങളുടെ ഈ തെങ്ങിൻ്റെ എണ്ണം ഇവിടെ തന്നത്, കോക്കനട്ട് പാംസിൻ്റെ എണ്ണം. ഇപ്പോൾ ഈ 32. അപ്പോൾ ഇതിൽ നമുക്ക് എന്താ കാണാൻ പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ട്രീസ്, ആകെ മരങ്ങളുടെ എണ്ണമാണ് കാണേണ്ടത്. ഇവിടെ കിടക്കുന്ന ഇയാളെയാണ് കാണേണ്ടത്. അപ്പോൾ അയാൾ അവിടെ ഈക്വൽ പാർട്ടിൻ്റെ ഇവിടെയുള്ള ഇവനെ ഇവിടെ വെക്കുക, ബാക്കിയുള്ളതിനൊക്കെ ഇതിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുക. അപ്പോൾ നമുക്ക് ഇവിടെ ഉള്ളവനെ കിട്ടിയില്ലേ? അപ്പോൾ ഇവനെ ഇവിടേക്ക് കൊണ്ടുപോകുമ്പോൾ എന്ത് വരും? ഇവിടെ ഇൻറ്റു എന്നുള്ളത് ഈക്വൽ പാർട്ടിൻ്റെ സമത്തിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഡിവൈഡഡ് ബൈ ആവില്ലേ? ഹരിക്കണം എന്നുള്ളത് ഈ താഴെയുള്ളത് ഡിവൈഡഡ് ബൈ ഉള്ളത് ഈക്വൽ പാർട്ടിൻ്റെ അല്ലേ ഇപ്പുറത്തേക്ക് ഓപ്പോസിറ്റ് ഇങ്ങോട്ടാണ് പോകുന്നതില്ല. അങ്ങോട്ട് പോകുമ്പോൾ അതെന്താവും? ഇൻറ്റു ആവും അല്ലേ? ഇൻറ്റു പോകുമ്പോൾ ഡിവൈഡഡ് ബൈ ആവും, ഡിവൈഡഡ് ബൈ വേറെ സമത്തിൻ്റെ ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഇൻറ്റു ആവും അല്ലേ? ഈക്വൽ പാർട്ടിൻ്റെ ഇവിടെ ഉള്ള അല്ലേ? ഏത് സൈഡിലുള്ള ഒരു സൈഡിൽ നിന്ന് ഒരു സൈഡിലേക്ക് പോകുമ്പോൾ ഈ സൈഡിൽ നിന്ന് ഈ സൈഡിലേക്ക് പോകുമ്പോൾ എന്താവും? ഇൻറ്റു എന്താവും? ഡിവൈഡഡ് ബൈ ആവും, ഡിവൈഡഡ് ബൈ എന്താവും? ഇൻറ്റു ആവും അല്ലേ? അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ലേ? ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമല്ലേ? അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ട്രീ അല്ലേ? നമ്മുടെ ഈക്വൽ പാർട്ട് അവിടെ വെച്ചു. ടോട്ടൽ നമ്പർ ഓഫ് ട്രീസിനെ നമുക്ക് ഇവിടെ തന്നെ വെക്കാം. ബാക്കിയുള്ളതിനൊക്കെ ഇങ്ങോട്ട് ഈക്വലിൻ്റെ ഇവിടേക്ക് കൊണ്ടുപോകാം. ഇവിടെ എന്താണ്? 32 ഉണ്ടല്ലേ? 32 ഇവിടെ തന്നെ ഉണ്ട് അല്ലേ? ഈക്വൽ പാർട്ടിൻ്റെ ഇവിടെ തന്നെ ഉണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് ട്രീസ് ഇവിടെയുണ്ട്. ഈ ടോട്ടൽ നമ്പർ ഓഫ് ട്രീസിനെ നമ്മൾ ഈക്വൽ പാർട്ടിൻ്റെ ഈ സൈഡിൽ വെക്കുക. ഇവിടെ ഈ ഭാഗത്ത് ആരുണ്ട്? 32 ഉണ്ട്. ഇവരെ രണ്ടാളെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ഇവനൊറ്റക്കായില്ലേ? ഇവനല്ലേ നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ 50 ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എന്താവും? ഡിവൈഡഡ് ബൈ ആവില്ലേ? ഇൻറ്റു 50 ഇങ്ങോട്ട് വരുമ്പോൾ ബൈ 50 ആവും അല്ലേ? ബൈ 100 ഇങ്ങോട്ട് വരുമ്പോൾ ഇൻറ്റു 100 ആവും. അപ്പോൾ നമുക്ക് 32 ഇൻറ്റു 100 എന്ന് എഴുതാം. ബൈ 50 അല്ലേ? ഇൻറ്റു 50 ഇങ്ങോട്ട് പോകുമ്പോൾ ബൈ 50 എന്നാവും. ഓക്കെ, നേരെ ഓപ്പോസിറ്റ് ആവും അല്ലേ? ഈ ഭാഗത്ത് നിന്ന് ഈ ഭാഗത്തേക്ക് വരികയാണ്. അപ്പോൾ ഇൻറ്റു 100/50 എന്ന് കിട്ടി. നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ട്രീസിൽ ആകെ മരങ്ങളുടെ എണ്ണം അല്ലേ? അപ്പോൾ മലയാളക്കാർ ആകെ മരങ്ങളുടെ എണ്ണം എഴുതുക. ഞാൻ ഇവിടുന്ന് ഒരു 0യും ഇവിടുന്ന് ഒരു 0യും കട്ട് ചെയ്യാം. 32 × 10 എത്രയാണ്? 32 × 10 എത്രയാണ്? 32 × 1 32 തന്നെയാണ്. ദെൻ എത്ര 0 ഉണ്ട്? ഒരു 0 ഉള്ളത് അല്ലേ? ഇൻറ്റു 10 അല്ലേ? സീറോസിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ്റെ ഈസി ആയിട്ട് നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ അല്ലേ? അക്കങ്ങൾ 32 × 1 32 തന്നെയാണ്. പിന്നെ ഒരു 0 ഇൻറ്റു 10 ആണ് ചെയ്യേണ്ടതില്ലേ? 100ൽ ഒരു 0 വെട്ടിപ്പോയി. അപ്പോൾ ഇൻറ്റു 10 അല്ലേ? 320/5. 320ൽ എത്ര 5 ഉണ്ട്? 64 ആണുള്ളത്. 64 5ആണ് 320ലുള്ളത്. 320ൽ എത്ര 5 ഉണ്ടെന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുക. 320ൽ 64 5ആണുള്ളത്. 64 × 5 ആണ് 320. 64 5കൾ കൂടുമ്പോഴാണ് 320 കിട്ടുക. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ട്രീസ് ആകെ മരങ്ങളുടെ എണ്ണം 64 എന്ന് കിട്ടി. നമുക്ക് ഈ ഭാഗമാണ് കിട്ടേണ്ടത്. അപ്പോൾ ബാക്കിയുള്ളതിനൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയി. പറയുന്നത് മനസ്സിലായവർ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് 5th ക്വസ്റ്റ്യൻ. ഒരാളിലെ ഒരു പേഴ്സൺ ഒരു മാസം ഭക്ഷണത്തിനായി 8400 രൂപ ചിലവാക്കി അല്ലെ? സ്പെൻഡ് ചെയ്യുന്നത് എത്രയാണ്? 8400 രൂപ ഒരു മാസം ചിലവാക്കുന്നുണ്ട്. ഫോർ ഫുഡ്, ഭക്ഷണത്തിന് വേണ്ടി ചിലവാക്കുന്നുണ്ട് അല്ലെ? ഇത് മാസവരുമാനത്തിൻ്റെ 25%. മാസത്തിൽ കിട്ടുന്ന മന്ത്ലി ഏണിംഗ് അല്ലെ? മാസവരുമാനത്തിൻ്റെ 25%, 25% അല്ലെ? 25% അല്ലെ? അയാളുടെ മാസവരുമാനം എത്രയാണ്? മന്ത്ലി, മാസത്തിൽ കിട്ടുന്ന ശമ്പളം അല്ലെ? മാസത്തിൽ ഏണിങ്സ് എത്രയാണ് കിട്ടുന്നത് എന്നാണ് ചോദിച്ചത്. മാസവരുമാനം അല്ലെ? മന്ത്ലി ഏണിങ്സ് അതിൻ്റെ 25% എന്ത്? അയാൾ ഫുഡിന് വേണ്ടി ചിലവഴിക്കുന്ന 8400 എന്ന് പറയുന്നത്. ഈ 8400 ഈ മാസവരുമാനത്തിൻ്റെ മന്ത്ലി ഇൻകത്തിൻ്റെ 25%. 25% പറഞ്ഞാൽ 25/100. അപ്പോൾ ഇതിന് നമുക്ക് മന്ത്ലി ഇൻകമാണ് കാണേണ്ടതില്ലേ? മാസവരുമാനം എത്രയാണെന്നാണ് ചോദിച്ചില്ലേ? മന്ത്ലി ഏണിങ്സ് ആണ് കാണേണ്ടത്. അപ്പോൾ ഈ പാർട്ടാണ് നമുക്ക് കാണേണ്ടത്. അത് അവിടെ വെച്ചിട്ട് ബാക്കിയുള്ളതിനൊക്കെ ഈക്വൽ പാർട്ടിൻ്റെ ആ സൈഡിലേക്ക് ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുക. അപ്പോൾ ഇൻറ്റു 25 എന്താവും? ബൈ ആവും. ബൈ എന്താവും? അങ്ങോട്ട് പോകുമ്പോൾ ഇൻറ്റു ആവും അല്ലേ? നേരെ ഓപ്പോസിറ്റ് ആവും. വേണ്ടത് മന്ത്ലി ഇൻകാണ്, അത് അവിടെ വെക്കുക. ബാക്കിയുള്ളതിനൊക്കെ ഈക്വൽ പാർട്ടിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുക അല്ലേ? മന്ത്ലി ഇൻകം ഇവിടെ തന്നെ വെക്കുക. ബാക്കി എത്രയുള്ളത്? 8400 അല്ലേ? ബൈ 100 ഇങ്ങോട്ട് പോകുമ്പോൾ ഇൻറ്റു 100 ആവും. ഓക്കെ, ഇൻറ്റു 25 എന്താവും? ഇങ്ങോട്ട് പോകുമ്പോൾ ബൈ 25 ആവും അല്ലേ? ബൈ 25 ആവും. അപ്പോൾ ഇങ്ങോട്ട് പോകുമ്പോൾ അല്ലേ ഡിവൈഡഡ് ബൈ ആയി അല്ലേ? ഇൻറ്റു 25 എന്നുള്ളത് ബൈ 25 ആയി അല്ലേ? അപ്പോൾ 100ൽ എത്ര 25 ഉണ്ട്? 25ഉം 25ഉം ആണ് 50 അല്ലേ? 50ൻ്റെ നേർപകുതി എത്ര? 25. അപ്പോൾ 50ൽ 2 എണ്ണം. അപ്പോൾ വീണ്ടും ഒരു 50 കൂടി കൂട്ടിയതല്ലേ 100. 100ൽ 4 25 ഉണ്ട് അല്ലേ? 425 ആണ് എന്ത്? 100. അപ്പോൾ നമുക്ക് 8400 × 4 എന്ന് എഴുതാം അല്ലേ? 100/25 എന്താണ്? 4 ആണ്. അപ്പോൾ 8400 × 4 എന്ന് കിട്ടിയില്ലേ? 100/25 4 അല്ലേ? 100ൽ എത്ര 25 ഉള്ളത്? 4 അല്ലേ? അപ്പോൾ 8400 × 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമുക്ക് നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ അല്ലേ? 84 × 4 എത്രയാണ്? 84 × 4 എത്രയാണ്? 4 4 16 6 ബാലൻസ് 1 ശിഷ്ടം 1. 8 4 എത്രയാണ്? 8 4 32ഉം ഈ ഒന്നും കൂടി കൂട്ടുമ്പോൾ 33. അപ്പോൾ 336 എന്ന് കിട്ടി.
പിന്നെ എത്ര പൂജ്യം ഉണ്ട് അല്ലേ? 2 സീറോസ് കൂടി ഉണ്ട് അല്ലേ? ആ പൂജ്യം കൂടി ഇടല്ലേ. 0 ഉള്ളതിന് ഗുണിക്കാനല്ലേ, മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ഈസി മെത്തേഡ്. നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് എത്ര 0 ഉണ്ടോ അതിട്ട് കൊടുക്കുക. 84 × 4 336, ദെൻ 2 സീറോസ് ഉണ്ട്, അതിട്ട് കൊടുക്കുക. റുപ്പീസിലെ RS രൂപ എന്ന് കിട്ടി. മന്ത്ലി ഇൻകം മാസവരുമാനം 33,600 രൂപ അല്ലേ? RS എന്ന് നമുക്ക് കിട്ടി. ഇത്രയും ഭാഗങ്ങൾ മനസ്സിലായവർ വീഡിയോ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാൻ മറക്കല്ലേ.